ഓസ്ട്രേലിയൻ സർക്കാർ കുടിയേറ്റ നിയന്ത്രണങ്ങൾ ശക്തമാക്കുന്നതിനായി പുതിയ നിയമ ഭേദഗതികൾ അവതരിപ്പിച്ചു. പുതിയ നിയമപ്രകാരം നിർദ്ദിഷ്ട രാജ്യങ്ങളിൽ താൽക്കാലിക വിസക്കാർക്ക് ഓസ്ട്രേലിയയിൽ പ്രവേശിക്കുന്നത് താൽക്കാലികമായി തടയാൻ സർക്കാരിന് അധികാരം ലഭിക്കും. ഈ വിലക്ക് പരമാവധി 6 മാസത്തേക്ക് പ്രാബല്യത്തിൽ വരുത്താനാകും. ടൂറിസ്റ്റ് വിസ, സ്റ്റുഡന്റ് വിസ, ബിസിനസ് വിസ തുടങ്ങിയ താൽക്കാലിക വിസകളിൽ യാത്ര ചെയ്യാൻ അനുമതി ലഭിച്ച ആളുകളെയാണ് ഈ പുതിയ നിയമം ബാധിക്കാൻ സാധ്യത. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിത രാഷ്ട്രീയ സുരക്ഷാ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ഓസ്ട്രേലിയയിൽ എത്തിയ ശേഷം വിസ കാലാവധി കഴിഞ്ഞിട്ടും തുടരുകയോ അഭയം തേടുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന ആശങ്കയാണ് സർക്കാർ പങ്കുവയ്ക്കുന്നത്. ഇതിലൂടെ ആഭ്യന്തരകാര്യ മന്ത്രിക്ക് ആവശ്യമായ സാഹചര്യങ്ങളിൽ അറൈവൽ കൺട്രോൾ ഡിറ്റർമിനേഷൻ എന്ന പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാരുടെ പ്രവേശനം താൽക്കാലികമായി തടയാൻ കഴിയും. ഇപ്പോഴുള്ള ആഗോള സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് മേഖലയിലുള്ള സംഘർഷം കുടിയേറ്റ പ്രവാഹത്തിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ കുടിയേറ്റ സംവിധാനത്തിന്റെ വിശ്വസ്തതയും സ്ഥിരതയും സംരക്ഷിക്കാൻ ഈ നിയമം ആവശ്യമാണ് എന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. എന്നാൽ മനുഷ്യാവകാശ പ്രവർത്തകരും ഏതാനും രാഷ്ട്രീയ നേതാക്കളും ഈ നിയമം അഭയം തേടുന്നവർക്കുള്ള അവസരങ്ങളെ പരിമിതപ്പെടുത്തുന്നുവെന്നും പ്രത്യേക രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുള്ള നടപടിയാണെന്നും വിമർശിക്കുന്നു. കൂടാതെ ഈ നടപടികൾ താൽക്കാലിക വിസയിൽ കഴിയുന്ന അനേകം ആളുകൾക്ക് കൂടുതൽ അനിശ്ചിതത്വവും ആശങ്കയും സൃഷ്ടിക്കുമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ലിജ ചാക്കോ, 24 ഓസ്ട്രേലിയ.